ഒരുപാട് നടന്മാരുടെ പേര് പറഞ്ഞ് ഇടക്കൊരു നടി ആ, പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഓരോ ദിവസവും ഓരോ നടന്മാരുടെയും പേരുകളാണ് ഈ നടി പറയുന്നത്. പക്ഷേ കേസ് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവരുടെ പേരോ ഫോട്ടോസോ ഒന്നും വെളിപ്പെടുത്താനാകില്ല. പലരും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തുന്നില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം ആ നടി ആരാണെന്ന്. അപ്പോൾ ഈ നടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ സിനിമാ നടിയും സീരിയൽ നടിയൊക്കെ ആയ സ്വാസിക. സ്വാസിക പറയുന്നത് ഇങ്ങനെയാണ്: ആ സ്ത്രീകളുടെ അഭിമുഖം എടുക്കരുത്. ഓരോ ദിവസവും ഓരോ പേരുകളാണ്. ശരിയല്ലേ? കാരണം ആദ്യത്തെ ദിവസം വന്നു മുകേഷിന്റെ പേര് പറഞ്ഞിട്ടായിരുന്നു തുടക്കം. അതിനുശേഷം കലാഭവൻ മണിയെ വരെ അവർ പറയുകയുണ്ടായി. മരിച്ചുപോയ നടന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് വിചാരിക്കരുത്. കാരണം അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുണ്ടാകും. വിമർശിക്കണമെങ്കിൽ അവർക്ക് വിമർശിക്കാം. കൃത്യമായ തെളിവുകളോടുകൂടി നമ്മുടെ മുന്നിൽ വന്ന് പറഞ്ഞാൽ നമുക്കും കുറച്ച് ജെനുവിനിറ്റി ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ തെളിവുകളില്ലാതെ ഓരോ നടന്മാരുടെ പേരുകൾ വന്ന് പറയുമ്പോൾ നമുക്ക് ഈ നടിയോടുള്ള വിശ്വാസം കൂടെ നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് അല്ലേ? ഈ നടി പറഞ്ഞിരിക്കുന്നത് സിദ്ദിഖിന്റെ പേര് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ജയസൂര്യ, ഇടവേള ബാബു, മുകേഷ്, അതുപോലെ സംവിധായകൻ രഞ്ജിത്ത്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ആളുകളുടെ പേര് വന്ന് പറയുമ്പോൾ അവരെ നമുക്ക് വിശ്വസിക്കാനാകില്ല എന്ത് വന്നാലും. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പേരുകൾ വന്ന് പറയുമ്പോൾ നാണം കെടുന്നത്, സൊസൈറ്റിയിൽ നാണം കെടുന്നത് ആ പുരുഷന്മാർ കൂടെയാണെന്നാണ് സ്വാസിക പറയുന്നത്. കാരണം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ പലപ്പോഴും പുറത്തു വരണം എന്നില്ല. കേസുകൾ നടക്കുകയായിരിക്കും. അന്തിമ വിധി വരുന്നതിന് മുൻപ് തന്നെ ഒരാണിന്റെ പേര് കേട്ടാൽ തന്നെ സമൂഹം വിധി എഴുതും അയാൾ അങ്ങനെയാണെന്ന്. അതിനുശേഷം അത് ആ പുരുഷന് അനുകൂലമാണെങ്കിൽ പോലും ഒരു പക്ഷേ അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം ആ ഒരു കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ അവരും അവരുടെ ഫാമിലിയും അനുഭവിച്ചിട്ടുണ്ടാകും. സ്വാസിക പറയുന്നത് ഈ നടിയുടെ സംസാരവും ആരോപണവും ഒക്കെ കാണുമ്പോൾ കള്ളത്തരമുള്ളതായിട്ട് തോന്നുന്നു എന്നാണ്. ഇപ്പോൾ അമിതമായിട്ട് ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ്, കൊടുക്കാതിരിക്കാന്നല്ല, അമിതമായിട്ട് ഇവരുടെ ഇന്റർവ്യൂസ് ചാനലുകൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് സ്വാസിക പറയുന്നത്. ഇപ്പൊ മാധ്യമങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ഇവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ ഇന്റർവ്യൂസും വിളിക്കുന്നത്. നമുക്കറിയാം, ആർക്കായാലും ഇത്തരം വാർത്തകൾ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും, എന്താണ് ആരെക്കുറിച്ചാണ് ഇന്ന് പറയുന്നതെന്നൊക്കെ അറിയാം. അപ്പം സ്വാഭാവികമായിട്ടും മീഡിയാസിന് വ്യൂവേഴ്സ് കിട്ടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പേരിലേക്ക് ആ വീഡിയോസ് എത്തപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത്തരക്കാരെ വിളിച്ച് ഇന്റർവ്യൂ നടത്താനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരം ഒരു ടെൻഡൻസിയെ, ആളുകളുടെ ക്യൂരിയോസിറ്റിയൊക്കെയാണ് ഈ ഒരു സ്ത്രീ ദുരുപയോഗം ചെയ്യുന്നത്. അപ്പോൾ സ്വാസിക ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുന്നുണ്ട്. ഇത്തരം കേസുകൾ വരുമ്പോൾ ഇതെല്ലാം അന്വേഷിച്ച് ഇതെല്ലാം കണ്ടെത്താനായിട്ട് ഒരുപാട് വർഷങ്ങൾ, ചിലപ്പോൾ ഒരുപാട് മാസങ്ങളൊക്കെ എടുക്കുമായിരിക്കും. അപ്പൊ ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ ആ കുറ്റാരോപിതനായ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നാണം കെട്ടിട്ടുണ്ടാവും. അപ്പം ഇത് പിന്നീട് ഇത് തെളിയിച്ചാലും ഇല്ലെങ്കിലും ഇത്തരം കേസുകൾ വരുമ്പോൾ യഥാർത്ഥമായിട്ട് വരുന്ന ഇത്തരം കേസുകളെ നമ്മൾ വിശ്വസിക്കാതെ ആയി പോവും. ഇപ്പൊ ഒരു പെൺകുട്ടി വന്നിട്ട് സിനിമാ മേഖലയിലായാലും വേറെ ഏത് മേഖലയിലായാലും ഈ പെൺകുട്ടി വന്നിട്ട് ഇത് കണക്ക് പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറയുമ്പോൾ നമ്മളും വിചാരിക്കും ഇത് ജെന്യുവിൻ ആണോ എന്ന്. അപ്പൊ ഇത്തരം നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കും ആ ഒരു ഇത്തരം വാർത്തകളോടുള്ള അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളോടുള്ള ആ ഒരു ജെന്യുവിനിറ്റി നഷ്ടപ്പെടുന്നത്. അതുപോലെ സ്വാസിക പറയുന്ന മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, എല്ലാ സ്ത്രീകൾക്കും ഒരു ഡിഗ്നിറ്റി ഉണ്ടാകണം. ആ ഒരു ഡിഗ്നിറ്റി വിട്ട് കളിക്കാതിരിക്കണമെന്നാണ്. അപ്പം എന്നെ അവരങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാൻ കാശ് ചോദിച്ചു എന്ന് ഈ സ്ത്രീ പറയുന്നുണ്ട്. ഈ സ്ത്രീ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സമയത്ത് പറയുന്നുണ്ട്, എന്നോട് ഇങ്ങനെ പെരുമാറി, അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികൾക്കുള്ള സ്കൂൾ ഫീസിനും അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്കും ഇയാളോട് പണം ചോദിച്ചതെന്ന്. ഒരു സ്ത്രീ ഒരാൾ ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അന്ന് അനുഭവിച്ചത് ട്രോമയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ പണം ചോദിക്കുക എന്ന് പറയുന്നത് സാധാരണ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ഇനിയിപ്പം പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ അത്ര എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിനാവുമ്പോൾ ചോദിച്ചു പോകാം. പക്ഷെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ആ നടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ,
മുകേഷിനോട് പണം ചോദിച്ചു. അപ്പം പണം ചോദിച്ചതിൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്ത് തെളിവൊക്കെ മുകേഷ് കാണിച്ചിരുന്നു. അപ്പം ആ സമയത്ത് നടി പറഞ്ഞത് അതെൻ്റെ കസിൻ ബ്രദറാണ്. അപ്പം മീഡിയാസ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എങ്ങനെയാണ് ആ നടിക്ക് കിട്ടിയതെന്ന്, സോറി മുകേഷിന് കിട്ടിയതെന്ന്. അപ്പം നടി പറയുന്നുണ്ട്, അതെൻ്റെ കസിൻ എൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ അറിയാം. വളരെ സിമ്പിളായിട്ട് വളരെ ലാഘവത്തോടു കൂടി കള്ളങ്ങൾ പറയുന്നത് പോലെ ആർക്കായിട്ട് ചിലപ്പോൾ ജെനുവിൻ ആയിരിക്കാം, അറിയില്ല. പക്ഷെ പെട്ടെന്ന് കേൾക്കുന്ന ആർക്കായാലും അതൊരു കള്ളക്കാരൻ. അവർ കിച്ചണിലേക്ക് പോയ സമയത്ത് അവരുടെ ഫോൺ ബ്രദർ എടുത്തിട്ട് അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തിട്ട് പണം അയക്കാനൊക്കെ പറഞ്ഞു എന്ന്. അപ്പം ആകെ 2 സിനിമയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ വെറും 2 സിനിമയിൽ അഭിനയിച്ച ഒരാള് ഏകദേശം ഒരു 200-300 സിനിമയിൽ അഭിനയിച്ച തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇത്രയധികം പേരാണ് തന്നെ കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ഒരു സ്ത്രീയെ പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നില്ലെങ്കിൽ പരസ്പര സമ്മതപ്രകാരം, അല്ലെങ്കിൽ ചിലപ്പോൾ പല കാര്യങ്ങളും നേരത്തെ പോയതിൻ്റെ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് ഭീഷണിപ്പെടുത്തിയതുമാകാം. പക്ഷെ ഇത് ജനങ്ങളിത് വിശ്വസിക്കും. ഇപ്പം ഒന്നോ അല്ലെങ്കിൽ 2 ഇപ്പം സിദ്ദിഖിനെതിരെ സംസാരിച്ച ആ പെൺകുട്ടി ഇതുപോലെ സിദ്ദിഖിൻ്റെ പേര് മാത്രമാണ് പറഞ്ഞത്. ആ ഒരു കേസ് ഇപ്പം നടക്കുന്നുണ്ട്. അപ്പം അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് കുറച്ചൊക്കെ വിശ്വാസമാകും. പക്ഷെ ഓരോ ദിവസവും വന്ന് ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാനാകില്ല. അതിന് സത്യമുണ്ടാകാം, പക്ഷെ നമുക്ക് പെട്ടെന്ന് കേൾക്കുന്ന ആർക്കും അത് വിശ്വസിക്കാനാകില്ല എന്നുള്ളതാണ്. അതുപോലെ സ്വാസിക പറയുന്നത്, എവിടെയാണോ നമ്മുടെ വ്യക്തിത്വം കളയുന്നത് അവിടെയാണ് മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങുന്നതെന്നാണ്. ഒരു നോട്ടം കൊണ്ട് പുരുഷന്മാരെ ലക്ഷ്മണ രേഖയിൽ നിർത്താം. സ്ത്രീകൾ വിചാരിച്ചാൽ ഇത്തരം 90% പ്രശ്നങ്ങളും ഇല്ലാതാക്കാമെന്നാണ് സ്വാസിക പറയുന്നത്. പക്ഷെ എനിക്കതിനോട് അഭിപ്രായമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും പറയുന്നുണ്ട്, പലരും വളരെ ഓപ്പണായിട്ട് ഇപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ കുറച്ചുകൂടി പൊളൈറ്റായിട്ട് പറയുന്നൊരു കാര്യമാണ്, സിനിമാ മേഖലയിൽ അഭിനയിക്കണമെങ്കിൽ എല്ലാ കഴിവുണ്ടായാലും കാര്യമില്ല, അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന്. ചില ആളുകളുടെ പാഷനായിരിക്കും, ചില ആളുകൾ ജീവിക്കുന്നത് തന്നെ അവർക്ക് ഇതുപോലത്തെ ലക്ഷ്യങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പം അപ്പോൾ ഒരു സിനിമാ നടിയുടെ നടൻ്റെയോ പാരൻസോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലൊരു നല്ലൊരു ഹോൾഡ് ഉണ്ട് അവർക്ക്. അവരുടെ പാരൻസൊക്കെ സിനിമാ ഫീൽഡിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വരില്ല. ഇപ്പം നമുക്ക് കീർത്തി സുരേഷിൻ്റെ കാര്യം, മേനക, അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളൊന്നും നേരിടേണ്ട ആവശ്യം വരില്ലായിരിക്കാം. പക്ഷേ പുതിയതായി ചെല്ലുന്ന ഒരാളെ സംബന്ധിച്ച്, കാരണം ഒരുപാട് ആൾക്കാരുണ്ട് സിനിമാ മേഖലയിൽ, കുറച്ച് ചാൻസ് ആണുള്ളത്. അതിൽ വളരെ ആപ്റ്റായിട്ടുള്ള, വളരെ സുന്ദരികളായിട്ടുള്ള, വളരെ കാലിബറുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ ഒരുപാട് ആളുകളിൽ നിന്നും കുറച്ച് പേർക്ക് മാത്രം സാധ്യതയുള്ളപ്പോൾ ഇത്തരം ഡിമാൻഡ്സ് വെക്കുമ്പോൾ ചിലരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ, അറിഞ്ഞോ അറിയാതെയോ അവരുടെ കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു അവസരം കിട്ടാൻ പോകുന്നവരുണ്ടാകാം. അപ്പം എല്ലാം ഒന്നും ഇങ്ങനെ വേണ്ട, അല്ലെങ്കിൽ തനിക്കത് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പോകുന്ന ആൾക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ചിലവരുടെ വലിയൊരു സ്വപ്നമായിരിക്കാം. പക്ഷേ ചിലതൊക്കെ പെട്ടുപോകുന്ന കേസസ് ഉണ്ടാകാം. കാരണം ഒരു 1-2 തവണ പോയിട്ട്, ഇപ്പം ബ്രോഡാഡി സിനിമയിൽ സംഭവിച്ചതുപോലെ, ബ്രോഡാഡി സിനിമയിൽ സംഭവിച്ചത് ഈ പെൺകുട്ടീനെ ലിറ്ററലി വളരെ എന്താ പറയുക, വളരെ വലിയൊരു രീതിയിൽ തന്നെയുള്ളൊരു ഉപദ്രവമായിരുന്നു. കാരണം ഈ കുട്ടിക്ക് കുടിക്കാനായിട്ട് കോള കൊടുത്തു, ചോക്ലേറ്റ്സോ അങ്ങനെ എന്തൊക്കെയോ കൊടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആണ് ചെയ്തത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ആ കുട്ടിയുടെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. വീണ്ടും അതിനെ ആ ഒരു ഇതിലേക്ക് നിർബന്ധിച്ച സമയത്താണ് ഈ കുട്ടി കൊണ്ടുപോയി കേസ് കൊടുത്തത്. അപ്പം എല്ലാം സമ്മതം ചോദിച്ചിട്ട് നടക്കുന്ന സംഭവമൊന്നുമല്ല, ഇതുപോലെ ട്രാപ്പിൽപ്പെടുന്ന പെൺകുട്ടികളുമുണ്ട്. അപ്പം അത്തരം ആളുകൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുക. അല്ലാണ്ട് എല്ലാവരും ഉള്ളിൽ വെച്ചിട്ട് അവസരങ്ങൾക്ക് വേണ്ടി കണ്ണടച്ച് കളഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ആരും പുറത്തേക്ക് കൊണ്ടുവരില്ല. ഇപ്പോൾ സ്വാസിക പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിക്കാനാകില്ല. ഇത്തരം പ്രശ്നങ്ങളൊക്കെ കുറച്ചെങ്കിലും പുറത്ത് കൊണ്ടുവരുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതിലൂടെ തന്നെ കുറച്ച് സേഫായിട്ടിരിക്കാനും സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയൊക്കെ ഒരു അനന്തരഫലം എന്താണെന്ന് വെച്ചാൽ, ഇനി വരുന്ന തലമുറയിലെങ്കിലും പെൺകുട്ടികൾ
ഒരുപാട് സിനിമകളെ എല്ലാ സിനിമകളും അങ്ങനെ ആയിരിക്കണമെന്നോ ഒന്നൊന്നുമില്ല. പക്ഷെ ഒരുപാട് സിനിമകളിൽ സേഫ് ആയിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ നടി ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത്, അതായത് മീഡിയാസിൽ, വാർത്താ ചാനലുകളിലൊക്കെ ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് അവരുടെ മുഖം ഹൈഡ് ചെയ്തിരുന്നു. കേസ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖം ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ അവർ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. എന്റെ മുഖം കാണിക്കാമെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കൂ എന്ന്. അപ്പൊ അത് കാണുന്നവർക്കായാലും മനസ്സിലാകും അവർക്ക് അവരുടെ അവരുടെ ലക്ഷ്യം എന്താണ്. അവരെല്ലാവരും കാണണം, എല്ലാവരും അവരെ കുറിച്ച് സംസാരിക്കണം. ഇങ്ങനെ ഒരു ഒന്നാമതേ ഇങ്ങനെ ഒരു ട്രോമ അനുഭവിച്ച ഒരാള് ഒരിക്കലും അത്രയും എന്താ പറയുക, അത്രയും ഹാപ്പി ആയിട്ട് അത്രയും മേക്ക് ഓവർ ചെയ്തിട്ടൊക്കെയാണ് അവർ ആ ഇന്റർവ്യൂവിന് വന്ന് സംസാരിക്കുന്നത്. ഒരാളുടെ ബോഡി ലാംഗ്വേജും ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റായികയൊന്നുമില്ല, എല്ലാവർക്കും അത് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു നടീനെ സംബന്ധിച്ച് ഇപ്പം മറ്റൊരു കേസും കൂടിയുണ്ട്. കാരണം ഈ നടിയുടെ ഒരു ഫാമിലിയിൽ തന്നെ ഒരു കുട്ടി, ആ കുട്ടിയുടെ 16-ാമത്തെ വയസ്സിൽ സംഭവിച്ച ഒരു കാര്യം, അത് ഈ നടിയും കൂടി ഉൾപ്പെട്ടാണ് ഈ കുട്ടീനെ പല കാര്യങ്ങൾക്കും നിർബന്ധിച്ചതെന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അന്ന് ഈ കുട്ടി 18 വയസ്സിന് താഴെയാണ്, വെറും 16 വയസ്സ് മാത്രമാണ് പ്രായം. അപ്പം ആ ഒരു സമയത്ത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും തിരിച്ച് സംസാരിക്കാനോ ക്വിക്കായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാനോ ഒന്നും പറ്റുന്ന ഒരു ഏജ് അല്ല. ഇന്നിപ്പോൾ പല കുട്ടികളും വളരെ ചെറുപ്പത്തിൽ തന്നെ സംസാരിക്കാനും പ്രതികരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സൊസൈറ്റി അങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ്. പക്ഷെ പണ്ടത്തെ കാലത്തൊന്നും അത്രയും ആക്റ്റീവ് അല്ലായിരുന്നു പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും. അപ്പം ഈ ഒരു കേസിന് ഇവർക്ക് നല്ല രീതിയിൽ പണി കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അണ്ടർ ഏജ് ആണ്. ഒരുപക്ഷെ ജാമ്യം പോലും കിട്ടാനായിട്ടുള്ള സാധ്യത ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തരം കേസുകൾ നടക്കുമ്പോൾ പോലും എല്ലാ നടന്മാരുടെയും ഫാമിലീസ് അവരെ ചേർത്ത് വെച്ചതായിട്ടാണ് നമ്മൾ പല ഫോട്ടോസൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ സിദ്ദിഖിൻ്റെ ഫാമിലിയിലാണെങ്കിൽ സിദ്ദിഖിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നു, സിദ്ദിഖിൻ്റെ മോൻ്റെ കുട്ടിയുടെ. അതുപോലെ സിദ്ദിഖിൻ്റെ ബർത്ത്ഡേയും കൂടെയായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ അവർ വളരെ ആർഭാടമായി തന്നെ സെലിബ്രേറ്റ് ചെയ്ത് അതിൻ്റെ പിക്ചേഴ്സൊക്കെ സോഷ്യൽ മീഡിയാസിൽ ഇട്ടിരുന്നു, അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ച്. അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവാണ്, ഫാദറിന് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ജയസൂര്യയുടെ ആയപ്പോലും വൈഫുമായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈറലായൊരു ഫോട്ടോഷൂട്ടിൽ അതും വൈഫ് നല്ല സപ്പോർട്ടാണ്. പിന്നെ ഇടവേള ബാബുവിനെ സംബന്ധിച്ച് പുള്ളിക്ക് ഫാമിലി ഇല്ല. മുകേഷിനെ സംബന്ധിച്ച് മുകേഷും ഇപ്പം സെക്കൻഡ് വൈഫുമായിട്ട് ഡിവോഴ്സായെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അവരും അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ അവർ ഡയറക്റ്റായിട്ട് അവരുടെ ഫാമിലിയിൽ ബാധിക്കുന്നില്ലെങ്കിൽ പോലും സൊസൈറ്റിയിൽ ഇതുവരെ ഉണ്ടായ ഒരു ക്ലീൻ ഇമേജ് മാറി കുറച്ച് എന്താ പറയുക, കുറേ ആൾക്കാരൊക്കെ അവരെ തെറ്റിദ്ധരിക്കുന്നതിന് കാരണമാകും. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കേസ് തെളിയട്ടെ, വിധി വരട്ടെ, അതുവരെ നമ്മളവരെ പഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരാൾക്ക് ഈ ഒരു സ്ത്രീപക്ഷ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ഇതുപോലെ തെളിഞ്ഞിട്ടുള്ള പല കേസുകളിലും അതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്ന സമയത്ത് തെളിഞ്ഞ കാര്യങ്ങളാണ്. അവരോടുള്ള പക തീർക്കാനായിട്ട് ഇങ്ങനെ കേസുകൾ കൊടുക്കുന്ന ഒരുപാട് സ്ത്രീകളുള്ള ഒരു കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ തെളിഞ്ഞ് അതിൻ്റെ ജെനുവിനിറ്റി മനസ്സിലാക്കി തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷെ നിരപരാധിയായ ഒരാൾ ശിക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പം നിവിൻ പോളിയുടെ കേസാണെങ്കിൽ പോലും, അല്ലെങ്കിൽ പിന്നെ 100% ഉറപ്പ് വേണം. നിവിൻ പോളിയുടെ കേസിലൊക്കെ ആ ഒരു കാര്യം നടന്നതിൻ്റെ പിറ്റേന്ന് തന്നെ പ്രസ് മീറ്റിംഗ് നടത്തി. കാരണം പുള്ളി കണ്ടിട്ട് പോലും ഇല്ല നടിയെ, ഇതുവരെ സംസാരിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാൾ തനിക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ അത് മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് സംസാരിച്ച് വളരെ ജെനുവിനായിട്ട് ഓപ്പണായിട്ട് പറയാനും വേണം ഒരു തൻ്റെ ഇടം. ഇപ്പം നിവിൻ തന്നെ പറയുന്നത് തനിക്ക് മുൻകൂർ ജാമ്യം വേണ്ട എന്നാണ്. കാരണം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം ഏതെങ്കിലും കാര്യത്തിൽ പിടിച്ച് അകത്ത് ഇടുകയാണെങ്കിൽ തന്നെ പുള്ളി മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. കാരണം ഇങ്ങനത്തെ ഒന്നാമത്തെ ഈ പെൺകുട്ടി പറയുന്ന സമയത്തൊന്നും നിവിൻ പോളി പുറത്തൊന്നും അല്ല. ഇവിടെ മലയാളത്തിലെ തന്നെ പ്രശസ്ത നടന്മാരായ വിനീത് ശ്രീനിവാസന്റെ ഒക്കെ ഒപ്പം
സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്ന ആളാണ് നിവിൻ പോളി ആ സമയത്ത്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് കയ്യിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതുപോലെ ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു നിയമം ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ. അപ്പം ഇതുപോലെ തന്നെ എല്ലാ കേസുകളും തെളിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളും അവരെ ആ ഒരു കണ്ണിലൂടെ നോക്കി കാണേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിരപരാധികൾ ആരും ഒരു മുൻവൈരാഗ്യത്തിൻ്റെ പേരിലോ ഒന്നും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. നമ്മളവരെ ഒറ്റപ്പെടുത്താനും പാടില്ല. നേരെ മറിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് തെറ്റുകാരാണെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു കണ്ണിലൂടെ നോക്കി കണ്ടാൽ മതി എന്നുള്ള അഭിപ്രായമാണ് എൻ്റേത്. എന്തായാലും മലയാളം സിനിമകളിൽ ഇങ്ങനെ സിനിമാ സെറ്റിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് പുറത്തു വന്നിരിക്കുന്ന സമയത്ത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പല കാര്യങ്ങളും ഇപ്പോഴും മറച്ചു വെച്ചിരിക്കുകയാണ്. അതൊന്നും നമ്മുടെ ഗവൺമെന്റ് പുറത്ത് കൊണ്ടുവന്നിട്ടില്ല. പലരും പറയുന്നത് അതൊക്കെ പുറത്തു വരുമ്പോൾ നമ്മുടെ പ്രശസ്തരായ പല നടന്മാരുടെയും റിയൽ ഫേസ് പുറത്താകുന്നതാണ്. എന്തായാലും ഇത്രയും ടാക്സ് കൊടുക്കുന്ന ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് എനിക്കറിയില്ല എത്രത്തോളം ഇതൊക്കെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ടെന്ന്. പക്ഷേ പലരും പറയുന്നത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. അവിടെ സ്ത്രീകൾ വളരെ സേഫ് ആണെന്നാണ് പറയുന്നത്. ഭയങ്കര റെസ്പെക്റ്റ് ആണ് അവിടെ. അമ്മ റോൾ അഭിനയിക്കുന്ന ഒരു സ്ത്രീക്ക് വരെ നടന്മാരൊക്കെ ഇപ്പോൾ വിജയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ അമ്മമാരുടെ റോള് ചെയ്യുന്ന അല്ലെങ്കിൽ തന്നെക്കാളും മൂത്ത സ്ത്രീകളെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്ന പറയുന്നത്. അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നാണ് പറയുന്നത്. മലയാളം സിനിമകളിൽ മാത്രമാണ്, എല്ലാ സെറ്റിലും അല്ല, ചില സെറ്റുകളിൽ മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. മലയാള സിനിമകളിൽ തന്നെ പല നടിമാരും തമിഴിൽ പോയിട്ട് വന്ന അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെ സേഫ് ആണെന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം ഈ കേസൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നല്ലേ. ഓക്കെ.